നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. പുതിയ യൂറോപ്യൻ പാർലമെന്റിനെ തിരഞ്ഞെടുക്കാൻ 20 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ തുടങ്ങിയ വോട്ടെടുപ്പിന് സമാപനം. വോട്ട് രേഖപ്പെടുത്താൻ യൂറോപ്പിലുടനീളം കഴിഞ്ഞ ദിവസങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകൾ തുറന്നിരുന്നു. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്ത് ഖാലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാരെ നേരിട്ട ഇന്ത്യൻ വനിത. സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് ബെന്നി ഗാൻസ് രാജിവെച്ചു. ഗസയിൽ ഇസ്രയേൽ അധിനിവേശം 8ാം മാസത്തിലേക്ക് കടന്നിരിക്കെയാണ് ബെന്നി ഗാൻസ് രാജിവെച്ചത്. യമനിലെ ഹൂതികളുടെ മിസൈൽ പതിച്ച ഏദൻ ഉൾക്കടലിൽ കപ്പലിന് തീപിടിച്ചു. ആന്റിഗ്വ ആൻഡ് ബർബുഡ രാജ്യത്തിന്റെ പതാക വഹിച്ച കപ്പലിന്റെ ഫോർവേഡ് സ്റ്റേഷനിലാണ് മിസൈൽ പതിച്ചത്. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ നിയമത്തിന് മുകളിലാണെന്ന് കരുതുന്നു. ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള അയോഗ്യതയായി കരുതണമെന്ന് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് വ്യക്തമാക്കി. 3ാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി മന്ത്രിസഭയിലെ 2ാമനായി രാജ്നാഥ് സിംഗും 3ാമനായി അമിത് ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. 3ാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഥമ പരിഗണന പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കായിരിക്കുമെന്ന റിപ്പോർട്ട്. പദ്ധതി പ്രകാരം നിർധനരായ 2 കോടി പേർക്ക് കൂടി വീട് വെച്ച് നൽകും. നിയമസഭാംഗങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്ക്. ചോദ്യോത്തരവേള കഴിഞ്ഞുള്ള ഫോട്ടോ സെക്ഷൻ നടത്തുന്നതിന്റെ വീഡിയോ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും മാധ്യമങ്ങൾക്ക് അനുമതിയില്ലെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. 3ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിയും ജോർജ് കുര്യനും 51ാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. T20 ലോകകപ്പിൽ ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട ലോ സ്കോറിംഗ് ത്രില്ലറിൽ പാകിസ്ഥാനെ 6 റൺസിന് വീഴ്ത്തി ഇന്ത്യക്ക് 2ാം ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 120 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ പാകിസ്ഥാന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.